നമസ്കാരം, എൻ്റെ പേര് അനന്തൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഒരു വേദന, എരിച്ചിൽ, വയറ് ഫുള്ളാകുക, എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളാകുക എന്നുള്ളൊരു തോന്നൽ, കണ്ടിന്യൂസ് ആയിട്ട് ബർപ്പിംഗ് ഉണ്ടാകുക, നോസിയ അതായത് തികട്ടി തികട്ടി വരിക, വൊമിറ്റ് ചെയ്യുക, പിന്നെ ഈ പറയുന്ന വിശപ്പില്ലായ്മ, ഏറ്റവും ചില പേഷ്യൻസിനൊക്കെ നമ്മുടെ സ്റ്റൂളിനകത്ത് ബ്ലഡ് കാണാറുണ്ട്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ തീർച്ചയായും നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്ത് ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് വൈറ്റൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു യൂറിയ ബ്രെത്ത് ടെസ്റ്റ്, സ്റ്റൂൾ ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യും. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ എന്താണ് ഈ എച്ച് പൈലോറി? എച്ച് പൈലോറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മിക്കവാറും എല്ലാവരുടെയും വയറ്റിൽ കാണുന്ന ഒരു ചെറിയ തരത്തിലുള്ള ഒരു ബാക്ടീരിയയാണ്. അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ ചില ആളുകളിൽ സിംറ്റംസ് കാണിക്കും, ചില ആളുകളിൽ അതങ്ങനെ കാണിക്കണമെന്നില്ല. അത് കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സിംറ്റംസ്? ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെയാണ് കോമൺലി കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ, പുവർ ഹൈജീനിൽ നിന്നാണ് സാധാരണമായിട്ട് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്തോട്ട് എത്തുന്നത്. അതായത് വൃത്തിഹീനമായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ ആഹാരമോ വെള്ളമോ കുടിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണമായിട്ട് വരും. ഇത് പൊതുവെ കുട്ടികളിലും കാണാറുണ്ട്. അപ്പോൾ ഇത് വയറ്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വയറിനകത്ത് ആസിഡ് ഉണ്ട്. അത് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ്. ഈ എച്ച് പൈലോറി നമ്മുടെ വയറിൻ്റെ ഔട്ടർ ലെയറിനെ നശിപ്പിക്കുകയും ഈ ആസിഡ്, വയറ്റിലുള്ള ആസിഡ് വയറിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ കാണിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൊമക് അൾസർ അല്ലെങ്കിൽ ഡിയോഡിനൽ അൾസർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള കണ്ടീഷനിലോട്ട് എത്തുകയും പിന്നെ എൻഡോസ്കോപ്പി, ബാക്കിയുള്ള ഹയർ പ്രൊസീജിയറിലോട്ടൊക്കെ പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. സാധാരണമായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂറിയ ബ്രെത്ത് ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, സ്റ്റൂളിൻ്റെ ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് കോമൺലി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും, പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതായത് കോമൺലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ട്രിപ്പിൾ ആൻറ്റിബയോട്ടിക്കാണ് കോമൺലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ട്രിപ്പിൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ഒരു 14 ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഡോക്ടർ വീണ്ടും ഈ ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ പറയും. എന്നിട്ട് മിക്കവാറും ഉള്ള രോഗികളിലൊക്കെ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ സിംറ്റംസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സബ്സൈഡ് ചെയ്യുന്നതുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. അതായത് വൃത്തിഹീനമായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് ഫുഡ്, വെള്ളം, പുവർ ഹൈജീൻ, ഇതൊക്കെ കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുകയും ഈ രോഗം നമുക്ക്